ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2026 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുത്ത ടോപ്പിക്സ് ഒന്ന് പറയാണ്. റീജിയൻ സബ് ഡിവിഷൻ, ദ പഞ്ചാബ് പ്ലെയിൻ, ദ ഗംഗ പ്ലെയിൻ, ദ ഡെൽറ്റൈക് പ്ലെയിൻ, ദ ബ്രഹ്മപുത്ര പ്ലെയിൻ, ദ ഹിമാലയാസ്. Figure 3.1, the Himalayan system crosses view from south to north. Geology of Himalayas. The making of the Himalayas. Last, tectonic subdivisions of the Himalayas. Tectonic subdivisions of the Himalayas പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ക്യാമറ ക്ലാരിറ്റിയുടെ ബുദ്ധിമുട്ട് വരുന്നു എന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ അവസാനിപ്പിച്ചു വീഡിയോ. കാരണം കുറേ പോസ് ചെയ്താണ് എടുത്തത്. ആ വീഡിയോ നമ്മൾ ദ പേഴ്സൺ CCT മാനുവൽ 2026 സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വീഡിയോസും കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ടോപ്പിക്സൊക്കെ നമ്മൾ ഒരു തവണ വീഡിയോ ചെയ്തേക്കുന്നതാണ്. മെയിനായിട്ട് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി RFൻ്റെ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളതാണ് വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോസൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് 1-2 വീഡിയോ ഇട്ടൊക്കെ ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ടെക്ടോണിക് സബ് ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ടോപ്പിക്സും കൂടി എടുത്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതും പിന്നെ ഇതിന് ശേഷം വരുന്ന കുറേ ടോപ്പിക്സ് വരുന്നുണ്ട്. ആ ടോപ്പിക്സൊക്കെ നമ്മൾ പ്ലീസ് ഫോർഗിവ്നെസ്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അതെന്താ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി കാര്യമായ രീതിയിലുണ്ട്. നമ്മൾ സൗണ്ട് വോളിയം ഒരു മിനിമത്തിൽ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പിന്നെയും നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും റേഡിയോ ഫ്രീക്വൻസിയുടെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ. കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത് ഫ്ലൈറ്റ് മോഡൽ ഓൺ ആക്കിയിട്ടിട്ട് JTPയുടെ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ട് റിസീവർ നമ്മൾ ഒഴിവാക്കിയിരുന്നു. അങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഫ്ലൈറ്റ് മോഡൽ ഓൺ ആക്കിയിട്ട് റിസീവറും അതുപോലെ തന്നെ മൈക്രോഫോണും ഒരുമിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോസ് രണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ദ പേഴ്സൺ CCT മാനുവൽ 2026 സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും പിന്നെ നിങ്ങൾക്കും എന്താ പറയുക ഈ ഡിഫറൻസൊക്കെ ഒന്ന് അറിയാൻ പറ്റും. അതിനും കൂടി വേണ്ടിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും നമ്മളൊന്ന് ചെയ്യണമെന്നുള്ളൂ. എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ വീഡിയോ, എൻ്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടി. എന്തായാലും മെയിനായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒരു വോളിയം ഒരു മിനിമത്തിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലേ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസിയുടെ സൗണ്ട് കാര്യമായ രീതിയിൽ തന്നെ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല, നിസ്സഹായാവസ്ഥയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ റേഡിയോ ഫ്രീക്വൻസിയുടെ സൗണ്ടൊക്കെ ദയവേത് ക്ഷമിക്കണം എന്നും കൂടി പറയണം. നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോയിനെല്ലാം ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം. പ്ലീസ് ഫോർഗിവ്നെസ്സസ് എന്ന് പറഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലാണ് ഈ പറഞ്ഞ ടോപ്പിക്സൊക്കെ നമുക്ക് കാര്യമായിട്ട് ചെയ്തേക്കുന്നത്. ഒരുപാട് ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലെങ്ത്തുള്ള ഒരു വീഡിയോ തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ സൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോളിയം ഒരു മിനിമത്തിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ് പിന്നെ കംഫർട്ടബിളായിട്ടുള്ള മാർഗ്ഗം. ഈ പറഞ്ഞ രീതികളിലൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ യൂസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ തെറ്റായ കമൻറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ സെറ്റ് ചെയ്യും. റേഡിയോ ഫ്രീക്വൻസി ഇപ്പോൾ എന്ത് തന്നെയാലും JTPയുടെ മൈക്കും നമ്മൾ പുതിയ മൈക്ക് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ F50 എന്ന് പറഞ്ഞൊരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ആ മൈക്കും ഇതേ സിറ്റുവേഷൻ തന്നെ
അപ്പോൾ ഫ്ലൈറ്റ് മോഡൽ ഓൺ ആക്കിയിട്ടിട്ട് നമുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു കംഫർട്ടബിളായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയാനാവുള്ളൂ. എൻ്റെ ഒരു അന്വേഷണത്തിലാണ് നമ്മളിത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഒരു അറിവ് ലഭിച്ചത്. അപ്പോൾ ആ രീതിക്ക് അങ്ങ് ചെയ്തു. അന്ന് ഈ പ്ലീസ് ഫോർഗിവ്നെസ്സസ് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത ടൈമിൽ നമുക്ക് ഈ അറിവ് കിട്ടുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ടൈം കുറേ നമുക്ക് ലാഭം കിട്ടുമായിരുന്നു തന്നെ പറയാം. ഇതിപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഈ വീഡിയോസൊക്കെ ടോപ്പിക്സൊക്കെ എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അന്ന് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തത് റിസീവർ യൂസ് ചെയ്യാതെ മൈക്രോഫോൺ മാത്രം യൂസ് ചെയ്തിട്ടാണ് ആ വീഡിയോ ഒക്കെ ചെയ്തത്. ഫ്ലൈറ്റ് മോഡൽ നമ്മൾ ഓൺ ആക്കിയിരുന്നില്ല. ഈ ഫ്ലൈറ്റ് മോഡൽ ഓൺ ആക്കുന്ന കാര്യം നമുക്ക് കുറച്ചാളേ ആയിട്ടുള്ളൂ അതിൻ്റെ ഇൻഫർമേഷൻസ് ലഭിച്ചിട്ട്. റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ ടൈം എടുക്കുന്ന കാര്യം തന്നെയാണ്. എന്നാലും ചെയ്യാതെ നമുക്ക് പറ്റില്ല എന്തായാലും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നമ്മൾ ദ പേഴ്സൺ CCT മാനുവൽ 2026 സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഈ റേഡിയോ ഫ്രീക്വൻസിയുടെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ദ പേഴ്സൺ CCT മാനുവൽ 2026 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധാരണ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. സാധാരണ നമ്മുടെ ഓർഡിനറി വീഡിയോ അത് എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു വീഡിയോ നമുക്ക് മിസ്സായിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ വീഡിയോയിൽ സൗണ്ട് ഇല്ല. 8 മാസം മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയിൽ സൗണ്ട് ഇല്ല. അപ്പോൾ ആ വീഡിയോ കൂടി നമുക്ക് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഒരു സെൻറ്ററായിട്ടൊക്കെ വരുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. ഞാൻ ഇന്നിപ്പോൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ചെയ്തതിന് ശേഷമൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. പിന്നെ നമ്മൾ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്യും. അപ്പോൾ പ്ലേലിസ്റ്റ് കറക്റ്റായിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 8 മാസം മുന്നുള്ള വീഡിയോ നമുക്ക് ഇത്തിരി വൈകിപ്പോയി നമ്മളത് മനസ്സിലാക്കാൻ. അതും ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. അത്യാവശ്യം 1.5 മണിക്കൂറൊക്കെ ഉള്ള വീഡിയോ ആണ്. മൈക്ക് പെട്ടെന്ന് ഓഫായി പോയതാണ്, അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. ആ വീഡിയോ നമ്മൾ ദ പേഴ്സൺ CCT മാനുവൽ 2025 ചെയ്തേക്കുന്നത്. അപ്പോൾ അത് സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സൗണ്ട് ഇല്ലാത്തൊക്കെ ദയവേത് ക്ഷമിക്കുക. അന്ന് നമ്മൾ ആ ടൈമിൽ തന്നെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ, അത് നമ്മൾ മനസ്സിലാക്കിയോണ്ട്. എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതോടുകൂടി നമ്മുടെ ഈ റേഡിയോ ഫ്രീക്വൻസി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ടെക്ടോണിക് സബ് ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയാസ്. Tectonic subdivisions of the Himalayas. One of the most striking aspects of the Himalayan orogeny is the lateral continuity of its major tectonic elements. Since Blandford and Medlicote 1879 and Heim and Ganser 1939, the Himalayas. One of the most striking aspects of the Himalayan orogeny is the lateral continuity of its major tectonic elements. Since Blandford and Medlicote 1879 and Heim and Ganser 1939, the Himalayas is classically divided into 4 tectonic units that can be followed for more than 2400 km along the belt. A. The sub-Himalayas forms the foothills of the Himalayan range and is essentially composed of Miocene to Pleistocene Molassic sediments derived from the erosion of the Himalayas. This molasses known as Muir and Sivalik formations are internally folded and imbricated. The sub-Himalayas is thrust along the main frontal thrust over the quaternary alluvium deposited by the rivers coming from the Himalayas, Ganges, Indus, Brahmaputra, which demonstrates that the Himalayas is still a very active orogeny. B. The Lesser Himalayas. B. The Lesser Himalayas, LHS,
LHS is mainly formed by upper B. The lesser Himalayas. LHS is mainly formed by upper Proterozoic to lower Cenozoic detrital sediments from the passive Indian margin intercalated with some granites and acid volcanics. LHS is mainly formed by upper Proterozoic to lower Cenozoic detrital sediments from the passive Indian margin intercalated with some granites and acid volcanics. These low-grade sediments are thrust over the sub-Himalayas along the main boundary thrust. The LH often appears in tectonic windows, Kishtwar or Largikulu Rampur windows. Kishtwar or Largikulu Rampur windows within the high Himalayas crystalline sequence. അപ്പോൾ ബി ദ ലേസർ ഹിമാലയസ് എന്ന് പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കണം. സി ദ സെൻട്രൽ ഹിമാലയൻ ഡൊമൈൻ or high Himalayas forms the backbone of the Himalayan orogen and encompasses the areas with the highest topographical relief. It is commonly separated into 4 zones. The High Himalayan Crystalline Sequence HHCS, approximately 30 different names exist in the literature to describe this unit. The most frequently found equivalents are Greater Himalayan Sequence, Tibetan Slab and High Himalayan Crystalline is a 30 km thick medium to high grade metamorphic sequence of metasedimentary rocks which are frequently intruded by granites of Ordovician 500 ma and lower Miocene 22 ma age. Although most of the metasediments forming the HHCS are of upper Proterozoic to lower Cambrian age, much younger metasediments can also be found in several areas. Mesozoic in the Kandy, Cyclian and Varvan region. Permian in the Skeldoslice. Ordovician to Carboniferous in the Sarchu area. It is now generally admitted that the metasediments of the HHCS represent the metamorphic equivalent of the sedimentary series forming the base of the overlying Tethys Himalayas. The HHCS forms a major nape which is thrust over the LHS along the main central thrust to the Tethys Himalayas. TH is an approximately 100 km large cyclinorium formed by strongly folded and imbricated, weakly metamorphosed sedimentary series. Several napes termed North Himalayan napes have also been evidenced within this unit. An almost complete stratigraphic analysis of these sediments yield important indications on the geological history of northern continental margin of the Indian continent from its Gondwanian evaluation to its continental collision with Eurasia. Thus, the stratigraphic analysis of this sediments yield important indications of the geological history of the northern continental margin of the Indian continent from its Gondwanian evaluation to its continental collision with Eurasia.
The transition between the generally low-grade sediments of the Tethys Himalayas and the underlying low to high-grade rocks of the HHCS is usually progressive. Yet, in many places along the Himalayan belt, this transition zone is marked by a major extension structure, the Central Himalayan Detachment System, also known as South Tibetan Detachment System or North Himalayan Normal Fault. 3. The Naimaling Teso-Morai Metamorphic Dome. The Naimaling Teso-Morai Metamorphic Dome. NTMD in the Ladakh region. The Tethys Himalaya Cyclinorium passes gradually to the north in a large dome of green schist to eclogitic metamorphic rocks. As with the HHCS, these metamorphic rocks represent the metamorphic equivalent of the sediments forming the base of the Tethys Himalaya. The Precambrian, the formation here is also included by several Ordovician 480 mm granites. 4. The Lamayuru and Marca units. The Lamayuru and Marca units LMU are formed by flakes and olistholiths deposited in a turbiditic environment. On the northern part of the Indian continental slope and in the adjoining Neotethys basin, the age of these sediments ranges from Upper Permian to Eocene. 4. The Lamayuru and Marca units LMU are formed by flakes and olistholiths deposited in a turbiditic environment on the northern part of the Indian continental slope and in the adjoining Neotethys basin. The age of these sediments ranges from Upper Permian to Eocene. ഇപ്പോൾ സി ദ സെൻട്രൽ ഹിമാലയൻ ഡൊമൈൻ നമ്മൾ പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നല്ലപോലെ തെറ്റ് വന്നിട്ടുണ്ട്, ദയവേത് ക്ഷമിക്കണം. ഇനി അടുത്ത ടോപ്പിക്ക് ഡി ദ ഇൻഡസ് സ്യൂട്ടർ സോൺ. ഡി ദ ഇൻഡസ് സ്യൂട്ടർ സോൺ. The Indus Suitor Zone ISZ or Indus Yarlung Tasanpo Suitor Zone or Indus Yarlung Tasanpo Suitor Zone defines a zone of collision between the Indian plate and the Ladakh batholith, also Trans-Himalayas or Karakoram Lhasa block to the north. This suitor zone is formed by 1. The ophiolite melanges. 1. The ophiolite melanges, which are composed of an intercalation of flakes and ophiolites from the Neotethys oceanic crust. 2. The Dras volcanics. The Dras volcanics, which are relics of an upper Cretaceous to upper Jurassic volcanic island arc and consist of basalts
dacities, volcanoclastites, pillow lavas, and minor radiolarian cherts. 2. The Dras volcanics, which are relics of an upper Cretaceous to upper Jurassic volcanic island arc and consist of basalts, dacities, volcanoclastites, pillow lavas, and minor radiolarian cats. 3. The Indus Molasse, which is a continental clastic sequence with rare interbeds of marine saltwater sediments comprising alluvial fan, braided stream, and fluvio-lacustrine sediments derived mainly from the Ladakh batholith, but also from the Sutter zone itself and the Tethyan Himalaya. These molluscs are post-collisional and thus Eocene to post-Eocene. 4. ISZ represents the northern limit of the Himalayas. Further to the north is the so-called Trans-Himalayas, or more locally Ladakh batholith, which corresponds essentially to an active margin of Andean type. Widespread volcanism in this volcanic arc was caused by the melting of the mantle at the base of the Tibetan block, triggered by the dehydration of the subducting Indian oceanic crust. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ഡി ദ ഇൻഡസ് യൂട്ടർ സോൺ ISZ ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കണം. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ല, വേർഡ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര കറക്റ്റായിട്ടില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാലും പറ്റുന്നില്ല. ദയവേത് നിങ്ങളൊന്ന് സഹകരിക്കണം. എന്തായാലും നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. എന്തായാലും ഇത് വീണ്ടും നമുക്ക് വീഡിയോ ചെയ്യേണ്ടി വരും, അപ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ബോക്സിലുള്ള ടോപ്പിക്ക് നോക്കാം. പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയാസ് നോക്കാം. Plains and valleys in Himalayas. The existence of the undulating erosional plains of Aksai chain, Diozia, Dipsang, and Ligzi Tang at high altitudes within the Himalayas. The existence of the undulating erosional plains of Aksai chain, Diozia, Dipsang, and Ligzi Tang at high altitude within the Himalayas indicates that these plains were formed due to erosional activities much before the formation of Himalayas. On the other hand, there are many small longitudinal valleys. They are of tectonic origin and they are known as dunes. Dehradun, Kyodri Dune, Patli Dune, and the Valley of Kashmir are some of the famous examples. അപ്പോൾ പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയസ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയണത് ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയസ് ആണ്. ഈ ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയസ് നമുക്ക് പിന്നെ പറയാം, സൈഡിലൊരു ടോപ്പിക് ഉണ്ട്, അതിനുശേഷം ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയസ് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് മൗണ്ടൻ പാസസ് ഇൻ ഹിമാലയസ് നോക്കാം. ഇമ്പോർട്ടൻ്റ് മൗണ്ടൻ പാസസ് ഇൻ ഹിമാലയസ്. To cross the Himalayas from south to north is extremely difficult. It can be crossed only through some നമുക്കൊരിക്കൽ കൂടി പറയാം. ഇമ്പോർട്ടൻ്റ് മൗണ്ടൻ പാസസ് ഇൻ ഹിമാലയാസ്. ഇമ്പോർട്ടൻ്റ് മൗണ്ടൻ പാസസ് ഇൻ ഹിമാലയാസ്. To cross the Himalayas from south to north is extremely difficult. It can be crossed only through some mountain passes.
There are a large number of passes in the Himalayas. Some of them are the Gangtok in Sikkim to Lhasa in Tibet to via the Nadula passes and Jalapla passes, offshoots of the ancient Silk Route. Badgaon in Nepal to Nayalam in Tibet, Rongtang passes in Himachal Pradesh, India, etc. In the past, these passes served as link lines between India and Tibet, but nowadays there are the places which need constant watch by the defense forces. Sojila and Shipkila in Ladakh region connect Ladakh with Tibet. Sasar passes connect Leh to Kashmir within the Yarkand of Karakoram range in China. Jalapla connects Darjeeling with Lhasa of Tibet through Chumbi Valley and Teso and Tangap connect Arunachal Pradesh with China and Myanmar. The road from Srinagar in Kashmir via Leh to Tibet is now less used because of such troubles in the region. Other important ones are Chola, Patkai, Boomdila, Changla, etc. Other important ones are Chola, Paktai, Boomdila, Changla, etc. Important mountain passes in Himalayas നമ്മൾ പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവേത് ക്ഷമിക്കണം. ഇനി നമുക്ക് ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയസ് നോക്കാം. Glaciers of Himalayas. A glacier is a large, long-lasting river of ice that is formed on land and moves in response to gravity. A glacier is formed by multi-year ice accretion in mountainous or sloping terrain. The glacier fringe is the area where the glacier has recently melted. There are two main types of glaciers: alpine glaciers, which are found in mountain terrains, and continental glaciers, which are associated with the ice ages and can cover large areas of continents. Glacier ice is the largest reservoir of fresh water on Earth and second only to the oceans as the largest reservoir of total water. The Siachen Glacier in the Himalayas is the largest alpine glacier in the world. Glaciers are found on every continent except Australia. The Gangotri and the Kedarnath glaciers, fed by the Gangotri, Himal, Snowfield and the Milam and the Pindari glaciers, having their sources in the Nanda Devi Himal, are well known. The Karakoram Himalayas contain India's four largest glaciers, namely Siachen 75 km, Baltoro 58 kms, Biafo 59 km and Hispar 62 km. The Ganga takes its origin from the melt waters of the Gangotri, the Yamuna from the Yamunotri and the Brahmaputra from the Chimangdang Glacier. Some of the important Himalayan glaciers are discussed in detail. Siachen Glacier is located in the East Karakoram Himalayas at approximately 35.5 degree north, 76.9 degree east. It is the planet's largest alpine glacier outside the poles and thus is sometimes referred to as the third pole. It is situated at an altitude of 5,400 m above sea level. The Siachen Glacier is the greatest Himalayan watershed that demarcates
Central Asia from the Indian subcontinent, and that separates Pakistan from China in this region. The 75 km along Siachen Glacier lies between the Saltoro Ridge lying to the west and the main Karakoram Range to the east. The Saltoro Ridge originates from the Siakangri in the Karakoram Range, and the altitudes range from 18,000 to 24,000 ft. The major passes on this ridge are Siala at 20,000 ft and Bila found La at 19,000 ft. The glacier is located in the disputed Kashmir. The glacier is located in the disputed Kashmir region and is claimed by India and Pakistan. In spite of the severe climate, the word Siachen ironically means the place of roses, a reference to the abundance of Himalayan wildflowers found in the valleys below the glacier. The glacier is also the highest battleground on earth. Gangotri Glacier is located in Uttaranchal, India, in a region bordering Tibet. The glacier is about 30 km long and 2 to 4 km wide. The source of the Gangotri Glacier is said to resemble a cow's mouth, and the place is called Gaumukh. Gaumukh, which is about 80 km from the town of Gangotri, is the precise source of the Bhagirathi River, an important tributary of the Ganga. The Pindari Glacier is a glacier found in the upper reaches of the Kumaon Himalayas to the southeast of Nanda Devi. The trail to reach the glacier crosses the villages of Swang, Loharkat over the Dakuri passes onto Kyati, the last inhabited village on the trail. The valley, Furkia, and finally 0 Point Pindari, the end of the trail. Hangu Glacier is located in Khumbu of eastern Nepal and forms the southern base of Barans 7,220 m. Sarpo Lago Glacier is a glacier in Pakistan in the Karakoram mountain range of the Himalayas. Rombak Glacier is located in the Himalayas of southern Tibet. This glacier is used by climbing expeditions and trekking parties to reach Everest base camp on the north side of Mount Everest. From there, climbing expeditions try to summit Everest by the North Ridge. ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയസ് നമ്മൾ പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് നല്ലപോലെ, ദയവേത് ക്ഷമിക്കണം. ഇനി ഈ ടേബിൾ 3.2 ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഓഫ് ദ ഹിമാലയ മൗണ്ടൻസ്. ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ടേബിൾ 3.2 ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഓഫ് ദ ഹിമാലയ മൗണ്ടൻസ്. ടേബിൾ 3.2 ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഓഫ് ദ ഹിമാലയ മൗണ്ടൻസ്. നെയിം ഓഫ് ഗ്ലേഷ്യർ length km located in region. Name of glacier length km located in region. Siachen 75 Karakoram. Fedchenko 74 Karakoram. Hispar 62 Karakoram. Biafo 59 Karakoram. Baltoro 58 Karakoram. Rombak 52. Kanchenjunga Everest. Chogo Lagma 50 Karakoram. Kurdaplo 47 Karakoram. Lolofond 40 Karakoram. Yarkand Rimo 40 Karakoram. 40 Karakoram. Gangotri 30. Kumaon Garhwal. Godwin Austin 30 Karakoram. Pasu 25 Karakoram.
സിമോ 25 കാഞ്ചൻജംഗ എവറസ്റ്റ്. ക്യൂൻയാങ് 24 കാരക്കോരം. ചോങ് കംഡാൻ 21 കാരക്കോരം. ചോങ് കംഡാൻ 21 കാരക്കോരം. കാഞ്ചൻജംഗ 21 കാഞ്ചൻജംഗ എവറസ്റ്റ്. ചങ്പൂർ 20 പൂർവാഞ്ചൽ. 20 20 കാഞ്ചൻജംഗ എവറസ്റ്റ്. മിലാം 20 കുമയോൺ ഗർവാൽ. 20 കുമയോൺ ഗർവാൽ. ക്യാങ്സങ് 19 കാഞ്ചൻജംഗ എവറസ്റ്റ്. ടൊലാംബോ 19 കാഞ്ചൻജംഗ എവറസ്റ്റ്. 19 കാഞ്ചൻജംഗ എവറസ്റ്റ്. ബഗീരാത് കരാക്ക് 18 കുമയോൺ ഗർവാൽ. മാന 18 കുമയോൺ ഗർവാൽ. മാനോസ്റ്റോങ് 16 കാരക്കോരം. സാറ്റോപാഞ്ച് 16 കുമയോൺ ഗർവാൽ. ബാരാശിഗ്രി 15 പൂർവാഞ്ചൽ. ബാരൻ 15 കാഞ്ചൻജംഗ എവറസ്റ്റ്. രാക്യോട്ട് 15 പൂർവാഞ്ചൽ. സോനാപാനി 15 പൂർവാഞ്ചൽ. ഗാംഗ്രി 13 പൂർവാഞ്ചൽ. യപ് കാംഗ്ര 13 സെൻട്രൽ നേപ്പാൾ. ക്യുഹിലിംഗ് 11 സെൻട്രൽ നേപ്പാൾ. ലിഡാൻഡ 11 സെൻട്രൽ നേപ്പാൾ. റാംബാങ് 10 കാഞ്ചൻജംഗ എവറസ്റ്റ്. റാംബാങ് 10 കാഞ്ചൻജംഗ എവറസ്റ്റ്. അപ്പോൾ ടേബിൾ 3.2 ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഓഫ് ദ ഹിമാലയ മൗണ്ടൻസ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊരു കണ്ടിന്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല, എന്നാലും ജസ്റ്റ് ഇനി അടുത്തതായിട്ട് വരുന്ന ടോപ്പിക്സ് ഒന്ന് പറയാം. ഓൾറെഡി നമ്മളതൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ്, എന്നാലും ഒന്ന് പറയണമെന്ന് മാത്രം. ഇനി നമ്മുടെ സാധാരണ ഓർഡിനറി വീഡിയോ ആയിരിക്കും ഇനി നമ്മൾ ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. എന്തായാലും അടുത്ത ടോപ്പിക്സ് വരുന്നത് പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹിമാലയൻ സിസ്റ്റം. 1 ദ ഗ്രേറ്റർ ഹിമാലയസ് ഹിമാദ്രി. 2 ദ LHS ഹിമാചൽ. 3 ദ ഔട്ടർ ഓർ സൗത്തൻ ഹിമാലയസ് ഓർ സിവാലിക്. ടേബിൾ 3.3 ഹിമാലയൻ റേഞ്ചസ്. മാപ്പ് 3.4 നോർത്തൻ മൗണ്ടൻ റേഞ്ചസ്. ടേബിൾ 3.4 പ്രൊമിനൻറ്റ് പീക്സ്. ദ ട്രാൻസ് ഹിമാലയാസ്. ഇപ്പോൾ ഈ ടോപ്പിക്സൊക്കെയാണ് വരുന്നത്. എന്തായാലും ഇത് നമ്മുടെ ഓർഡിനറി വീഡിയോസ് ഈ ടോപ്പിക്സൊക്കെ നന്നായി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. ഇനി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. നമ്മൾ വീഡിയോ എടുത്തതിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ദയവായിട്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നേരിട്ട് പറയാൻ ടൈമില്ല, അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ പേഴ്സൺ CCT മാനുവൽ 2026 സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു റിസീവർ യൂസ് ചെയ്ത മൈക്രോഫോൺ മാത്രം യൂസ് ചെയ്തിട്ട് ഫ്ലൈറ്റ് മോഡൽ ഓൺ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഈ വീഡിയോ നമ്മൾ മൈക്രോഫോൺ യൂസ് ചെയ്ത് റിസീവറും യൂസ് ചെയ്തിട്ടുണ്ട്, ഫ്ലൈറ്റ് മോഡൽ ഓൺ ആക്കിയിട്ടുമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്.
അപ്പോൾ എന്തായാലും നമുക്ക് ഡിഫറൻസ് എന്തായാലും അറിയാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും രണ്ട് വീഡിയോൻ്റെയും പ്ലീസ് ഫോർഗീവ്നെസ്സസ് RF നമ്മൾ എന്തായാലും കൊടുക്കും, അല്ലെങ്കിൽ ശരിയാവില്ല. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള സ്റ്റൈൽ ഏതാണെന്ന് വെച്ചാൽ ആ സ്റ്റൈലായിരിക്കും നമ്മൾ ഇനി ഓർഡിനറി വീഡിയോ ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. കാരണം അങ്ങനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കംഫർട്ടബിളായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റൈല് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോയും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ വീഡിയോനേക്കാളും കുറച്ചും കൂടി ടൈം കൂടുതലുണ്ട് എന്നാണ് തോന്നുന്നത് ഈ വീഡിയോയിൽ. എന്തായാലും എല്ലാ വീഡിയോസും നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യാം. വീഡിയോയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം എന്നും കൂടി പറയാണ് ലാസ്റ്റായിട്ട്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ് മാത്രമല്ല, ദ പേഴ്സൺ CCT മാനുവൽ 2024, ദ പേഴ്സൺ CCT മാനുവൽ 2025, ദ പേഴ്സൺ CCT മാനുവൽ 2023 ഒക്കെ നമുക്ക് എന്താ പറയുക, എഡിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത്. കാരണം വീഡിയോൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് കൂടുതലാണ് വീഡിയോ. അതായത് നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും, ചിലതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടിയും വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാലും ആ വീഡിയോസ് കുറേ എന്തായാലും നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യുക. ദ പേഴ്സൺ CCT മാനുവൽ 2023 ഒക്കെ എന്തായാലും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് യൂസാവും എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിരിക്കും. എന്നാലും അത് റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് പോസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ചിലതൊക്കെ ക്യാമറയുടെ മൂവ്മെൻറ്റൊക്കെ ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയാനാവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടി വന്നിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഫസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ ദ പേഴ്സൺ CCT മാനുവൽ 2023 ആണ് നമ്മൾ യൂട്യൂബിൽ ആദ്യമായിട്ടൊക്കെ ചെയ്തേക്കുന്ന വീഡിയോസ്. അപ്പോൾ അത് വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥയെ ക്യാമറയുടെ മൂവ്മെൻറ്റ് അതുപോലെ തന്നെ സ്പീഡ് വളരെ കൂടുതലായിപ്പോയി നമ്മൾ ക്ലാസ് എടുത്തേക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയേക്കുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും നമുക്ക് ചെയ്യേണ്ടി വരും. ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യും എന്തായാലും. ബാക്കി ഈ വീഡിയോസൊക്കെ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു പോകും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ദയവേത് വീഡിയോസൊക്കെ വാച്ച് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.